ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. ആദ്യം നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് 2 സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് സവാള വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാള ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുള്ളിളക്കിയ നെത്തോലി മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ രമ്പല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരുംജീരക പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുരുമുളകും പെരുംജീരകവും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഇളക്കിയിട്ട് അതിനുശേഷം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ദോശ ചുടാം. അപ്പം ദോശയിലേക്ക് ഈ ഒരു മസാല നമുക്ക് പുറത്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ദോശ വെന്തതിന് ശേഷം നമുക്ക് ഇതിനെ മറിച്ചിടാം. ദോശ വെന്തതിന് ശേഷം നമുക്ക് ഇതിനെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ദോശ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.